അകലേ അകലേ ആരോ പാടും ഒരു കുഞ്ഞു കാറ്റിൻ്റെ നേർത്തരാഗങ്ങൾ ഓർത്തു പോകുന്നു ഞാൻ. അകലേ അകലേ ആരോ പാടും. ഇതൊരു വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലിൻ്റെ, ഒരു ആംഗ്ലോ ഇന്ത്യൻ ലൈഫ് സ്റ്റൈലിൻ്റെ കഥയാണല്ലോ അതിനുള്ളത്. അപ്പോൾ അതിനൊരു വളരെ നാച്ചുറലായിട്ടുള്ളൊരു വെസ്റ്റേൺ സ്റ്റൈൽ വേണമെന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. കറക്റ്റായിട്ടൊരു വെസ്റ്റേൺ സെറനേഡിൻ്റെ ഒരു ഫോമിൽ അതിന് ഏറ്റവും ചേർന്ന രീതിയിൽ വളരെ ലൈറ്റായിട്ടുള്ള ഡെലിക്കേറ്റായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിറഞ്ഞ, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വാക്ക്. യാത്രയാകും യാനപാത്രം ദൂരമായവ, ഒരു ഷിപ്പിങ്ങനെ പോകുന്നതുണ്ട്. അത് ശരിക്കും ആ സിനിമാറ്റിക് ഗ്രാമറിലോട്ട് സംവിധായകൻ ഉദ്ദേശിക്കുന്ന വിഷ്വൽസ് ഇതും ഇങ്ങനെ ചേർന്ന് അതാണ്. അത് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ഗിരീഷേട്ടനാണ് ഏറ്റവും അധികം അതിൻ്റെ ഒരു സാധ്യത. ഒരു പക്ഷേ ഗിരീഷേട്ടൻ്റെ ഉള്ളിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ഇമേജുകളുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം, എന്നോട് 2 സിനിമയിലും പകലായാലും ഒരേ കടലായാലും ഗിരീഷ് എഴുതിക്കഴിഞ്ഞ് ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീടൊന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സിനിമയിൽ ഓരോ സിനിമയിലും ശ്യാമം അല്ലെങ്കിൽ ശ്യാമ എന്നുള്ളൊരു വാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു മുദ്രയാണത് നിങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള 2. ഒരുപക്ഷെ എല്ലാ സംവിധാനവും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെറിയ ചില ഈ അകലെയുള്ള പാട്ടിലുണ്ട്, ഒരേ കടലുള്ള പാട്ടിലും ശ്യാമ എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ഒരു മുദ്രയാണത് എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ടോ? ഈ പേനയുടെ കഥ പറഞ്ഞ കാര്യം. അകലെ എന്ന ചിത്രത്തിലാണല്ലോ ഷീലാമ്മയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധേയമായൊരു സിനിമ. അതിനകത്ത് അതുപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു ഈ പാട്ടും അകലെ എന്ന് പറയുന്നത്. അകലെ എന്നുള്ള ചിത്രത്തെക്കാളും ഞാൻ മറ്റൊരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, അകലെ എന്നുള്ള ചിത്രത്തെക്കാളും കൂടുതൽ പോപ്പുലറാണ് അകലെ എന്നുള്ള പാട്ട്. കാരണം ഇത് രണ്ടും ആക്ച്വലി 2 ഇൻഡിപെൻഡൻറ്റ് ക്രിയേഷൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ആദ്യം സ്ക്രീൻ പ്ലേ ഒന്നും ആവാത്ത സമയത്താണ് അതിൻ്റെ ഒരു മൂഡും അതിൻ്റെ ഒരു ഫീലിങ്സ് ഇമേജസൊക്കെ വെച്ച് മാത്രം റൈറ്റിങ്ങും മ്യൂസിക്കും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. വളരെ കോംപ്ലിമെൻ്റ് ചെയ്തു ആക്ച്വലി സിനിമയെ വളരെ സഹായിച്ചു. അത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പോലും സിനിമയെ വളരെ സഹായിച്ച പാട്ടുകളാണ്. ഈ സോങ്സ് ഇൻസ്പയർഡ് ഫ്രം ദ ഫിലിം എന്ന് പറഞ്ഞിട്ട് അധികം നമുക്ക് വന്നിട്ടില്ല. സിനിമയിൽ ഒരു പക്ഷേ പാട്ട് ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. പക്ഷേ ആ സോങ്ങിൽ ടൈറ്റാനിക്കിൻ്റെ സോങ് പോലും ആദ്യം ജെയിംസ് ഹോണർ അത് അങ്ങനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ സംവിധായകനെ കേൾപ്പിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ആ സിനിമയിൽ ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ നമുക്ക് കൂടുതൽ പാട്ടുകൾ ഉണ്ടാവണം എന്നുള്ള സിനിമയുടെ മൊത്തം മൂഡ് ആ പാട്ടിലൂടെ അത് ടി വിയിൽ ഗദ്ദാമ എന്നുള്ള സിനിമയല്ലേ, അതിൽ ഒരു ആ കഥ കൊണ്ടുപോകുന്ന ഒരു പാട്ടുണ്ട് കാർത്തിക് പാടി. അത് പടത്തിലില്ല, അതാണ് പറഞ്ഞത്. പക്ഷെ അപ്പം നമ്മൾ അങ്ങനെ ചില സംഭവങ്ങൾ അല്ല, അത് എനിക്ക് തോന്നുന്ന ഒരു നല്ല ശ്രമങ്ങളാണ്. കാരണം പലപ്പോഴും ഈ സോങ് ഷൂട്ട് ചെയ്യുക, സോങ്ങിനെ സിനിമയുടെ ഒരു ഗാത്രത്തിൽ ചേർക്കാനുള്ള അതൊരു പക്ഷേ പലപ്പോഴും വളരെ ആർട്ടിഫിഷ്യലായിട്ട് സിറ്റുവേഷനിലേക്ക് ഫിലിം മേക്കറെ തള്ളിവിടും. ഇതിനെക്കുറിച്ച് മ്യൂസിക്കിനെയും അതിൻ്റെ ലിറിക്സിനെയൊക്കെ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് കണ്ടുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രചരിപ്പിക്കാൻ സാധിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് കുറേയും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടും കുറേയും കൂടി നോവലായിട്ടും പുതിയ ക്രിയേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അല്ല, അപ്പോഴേ ശരിക്കും ഇത് ബ്ലെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഈവൻ അവാർഡിന് വരുമ്പോൾ പോലും അങ്ങനെ പരിഗണിക്കണമെന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി. കാരണം ഈവൻ പടത്തിൽ പാട്ടില്ലെങ്കിൽ പോലും ആ പടത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പാട്ട് സെപ്പറേറ്റ് ആയിട്ട് പരിഗണിച്ചിട്ട് ആ പടമായിട്ട് അല്ലേ. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പാട്ട് ചിലപ്പോൾ അവാർഡിനെ അയക്കാൻ പറ്റാത്ത അവാർഡിനെ അയക്കുമ്പോൾ പോലും പാട്ടിനെ കട്ട് ചെയ്തിട്ട് അവസ്ഥ വരാറുണ്ട്. പാട്ട് വന്നാൽ അത് അവാർഡിനെ പരിഗണിക്കാതിരിക്കുക എന്നൊരു ധാരണ എങ്ങനെയോ അല്ല സ്വാഭാവികമായിട്ടും അല്ല അങ്ങനെയല്ല. അതിന് വെച്ചാൽ സിനിമയുടെ ടോട്ടാലിറ്റിയെ ചിലപ്പോൾ അത് ബാധിക്കും, അതിൻ്റെ ആ നൈരന്തര്യത്തെ ബാധിക്കും ചിലപ്പോൾ പാട്ടുകൾ. പക്ഷെ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കേണ്ടി വരും, തിയേറ്ററിലെത്തുമ്പോൾ ഉണ്ടാവേണ്ടി വരും. അല്ല, പാശ്ചാത്യ സിനിമകളിൽ അത് കുറേ വർഷം പറഞ്ഞ പോലെ ടൈറ്റാനിക് ആയാലും വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ സോങ് സിനിമയിലുള്ള പാട്ടൊന്നുമല്ല. അതിൻ്റെ ഒരു തീം സിനിമയിൽ എവിടെ കയറി വരുന്നുണ്ടെന്നല്ലാതെ ആ പാട്ടിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. സെലിൻ ഡിയോണിൻ്റെ പാട്ട് എന്നുള്ള രീതിയിൽ അതിന് ലോകപ്രശസ്തമാണ്. നല്ല സിനിമയായിട്ട് ബന്ധമുണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് ഫിലിമും മ്യൂസിക്കും തമ്മിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അടുത്ത കാലത്തായിട്ട് പലതിലും വരുന്നുണ്ടല്ലേ, അങ്ങനെ വരുന്നുണ്ട്.